Welcome to Blessing Today Morning Glory. Inside Out എന്ന സീരീസ് തുടരുകയാണ്. ഇന്ന് പുതിയ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ വരെ എങ്ങനെയാണ് ശ്വസിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ട അടുത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരോടും എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അവസാനം വരെ കാണുക. ഇതിനിടയ്ക്ക് വെച്ച് ഒരു കാരണവശാലും നിർത്തരുത്, ഒട്ടും നിർത്തരുത്. കാരണം പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുന്നേ സ്പോൺസർ ചെയ്ത ഒരാളുടെ ഒരു ടെസ്റ്റ് മണി ഒന്ന് കേട്ടാലോ നമുക്ക്? ഞാൻ വായിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് ഒരു 22ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ഷോം ആൻഡ് വിനയ ഉണ്ട്. കഴിഞ്ഞ സാറ്റർഡേ അതിന്റെ നോക്കിയാൽ കാണാൻ പറ്റും. ദുബൈയിൽ നിന്ന് യെസ്, അവരുടെ വിനയുടെ ഒരു ടെസ്റ്റ് മണിയാണിത്. ഐ ഹാവ് എ ടെസ്റ്റ് മണി റിഗാർഡിംഗ് മൈ ഫൈനാൻസ്. ഐ വർക്ക് ഫോർ എ ബാങ്ക് ആൻഡ് ഡ്യൂ ടു ദ കറന്റ് പാൻഡമിക് സിറ്റുവേഷൻ ആൻഡ് lag in business, our salaries had been deducted from June this year. 15% from our total salary was reduced. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു ബാങ്കിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ ഏതാണ്ട് 15% സാലറിയിൽ നിന്ന് മൊത്തത്തിൽ അവരുടെ കുറച്ചാണ് അവർക്ക് റെഡ്യൂസ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. ബട്ട് ഈവൻ ദെൻ ഐ കെപ്റ്റ് ഓൺ കീപ്പിംഗ് aside my tithe as per my previous salary, holding on to my faith that this situation will go away. അപ്പോൾ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പണ്ട് സാലറി എത്ര കിട്ടുമായിരുന്നു അത്രയും സാലറിയുടെ തന്നെ ടൈത്ത് ദശാംശം പുള്ളിക്കാരി മാറ്റി വെക്കുവായിരുന്നു. അത് എഴുതിയിട്ടുണ്ട്, ഫെയ്ത്ത് ആൻഡ് ദിസ് സിറ്റുവേഷൻ വിൽ ഗോ അവേ ആൻഡ് മൈ സാലറി വിൽ ബി റെസ്റ്റോർഡ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ഇത് ചെയ്തത്. ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു മോർണിംഗ് ഗ്ലോറി എപ്പിസോഡ് അവർ സ്പോൺസർ ചെയ്തു. ഈ കഴിഞ്ഞ സാറ്റർഡേ അല്ല, ഇനി മുന്നത്തെ ഒരെണ്ണം ഇവർ സ്പോൺസർ ചെയ്തു. ദ വെരി നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ഐ ട്രാൻസ്ഫർ ദ ഫണ്ട് ഫോർ ദ മോർണിംഗ് ഗ്ലോറി സ്പോൺസർഷിപ്പ്, ഐ റിസീവ്ഡ് ഇമെയിൽ ഫ്രം മൈ HR department confirming that our salaries are reinstated to the previous amount and that പിറ്റേ ദിവസം തന്നെ ഒക്ടോബർ മുതലുള്ള എല്ലാ കണക്കും അങ്ങ് തീർത്ത് കാര്യാദികളെല്ലാം കർത്താവ് ചെയ്തു കൊടുത്തു. പ്രൈസ് ഗോഡ് ഫോർ ദിസ്, ഫോർ ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് ഫോർ എനേബിളിംഗ് മീ ടു ഹോൾഡ് ഓൺ ടു ദ ഫെയ്ത്ത്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ഒന്നൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. കാരണം ഒരു ചെറിയ കാര്യം ഭൂമിയിൽ ചെയ്യുമ്പോൾ വലിയ കാര്യം സ്വർഗത്തിൽ നടക്കും. പറഞ്ഞേ, ചെറിയ കാര്യം ഭൂമിയിൽ ചെയ്യുമ്പോൾ വലിയ കാര്യം സ്വർഗത്തിൽ നടക്കും. സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ പ്രസംഗിക്കുമല്ല, സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്ന സാഹചര്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാണേ. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ വടി നീട്ടുക. എന്ത് നീട്ടാനാ പറഞ്ഞത്? ഒരു വടി നീട്ടാൻ. സംഭവിച്ചത് എന്താണ്? ചെങ്കടല പിളർന്നത്, കിഴക്കൻ കാറ്റടിപ്പിച്ചു, ബാക്കി പരിപാടി കർത്താവ് ചെയ്തു. ഒരു വടി, ഒരു 3 അടി നീളമുള്ള, ഒരു പക്ഷേ 3 അടി നീളമുള്ള ഒരു വടി നീട്ടിയപ്പോൾ സംഭവിച്ചത് എന്താ? വിടുതൽ എവിടെ നിൽക്കുന്നു? വടി എവിടെ നിൽക്കുന്നു? ചെറിയൊരു പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുമ്പോൾ വലിയ ഒരു പ്രതിപ്രവർത്തനം സ്വർഗത്തിൽ നിന്ന് വരും. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി ജീവിതമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? കൊച്ചു പ്രവൃത്തിയാണത്. കോടികളൊന്നും മുടക്കണ്ട, ഒന്നും വിറ്റുമുടിക്കണ്ട, ഒരു കൊച്ചു ഷെയറാണ്. പക്ഷെ ദൈവം ചെയ്യുന്നത് ഒരുപക്ഷെ ആ വ്യക്തിയുടെ പിന്നെയുള്ള സാമ്പത്തികം മൊത്തം കർത്താവ് അങ്ങനെ ഏറ്റെടുത്ത് തന്നിരിക്കും. പണ്ടൊരു വിധവ ചെയ്ത പരിപാടി ഓർക്കുന്നുണ്ടോ? അവിടെ ഉള്ള ജില്ലിക്കാശ് കൊണ്ടുപോയിട്ടു കർത്താവ് തല ഉയർത്തി നോക്കി. എൻ്റെ അർത്ഥം ലൈഫ് ഇൻഷുർഡ് ആയെന്നാണ്. ബാക്കി ഇനിയിപ്പോ പ്രാർത്ഥിക്കാം. പറഞ്ഞുപോയി. യെസ്, ഇന്ന് വർക്കല ബ്ലെസ്സിംഗ്സ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ വർക്കല ബ്ലെസ്സിംഗ് സെന്ററിൽ ഗീത രവീന്ദ്രൻ, താങ്ക് യു സോ മച്ച്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കും. നവംബർ 22-ന് മകൾ രാജലക്ഷ്മിയുടെയും നവംബർ 29-ന് മകൻ രാഗേഷിന്റെയും വിവാഹ വാർഷികമായിരുന്നു. 2 മക്കളുടെ വിവാഹ വാർഷികമാണ്. കർത്താവെ, മകനും കുടുംബത്തിനും മകൾക്കും കുടുംബത്തിനും ദൈവിക സംരക്ഷണവും ദൈവിക കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങൾ കൂടാതെ പുരയിടം അളന്ന് കല്ലിട്ട് കിട്ടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ തൃശ്ശൂരിൽ നിന്നിട്ടാണ്. മേഴ്സി ജോസഫ് ആണ്.
Thank you so much. God bless you. കർത്താവെ, സ്വന്തമായിട്ട് ഭവനം ലഭിക്കുവാൻ, മകൻ്റെയും ഭർത്താവിൻ്റെയും മദ്യപാനം മാറുവാൻ, കുടുംബമായി രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ നെയ്യാറ്റിൻകരയിൽ നിന്ന് ആശയാണ് നമ്മുടെ സ്പോൺസർ. Thank you so much, Asha. കർത്താവെ, ഭർത്താവിൻ്റെയും മകളുടെയും നല്ല ആരോഗ്യത്തിനും ദൈവിക സന്തോഷവും സമാധാനവും സാമ്പത്തികമായ നന്മയും ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. അതുപോലെ സഹോദരൻ പ്രദീപിന്റെ മദ്യപാനം മാറുവാൻ, DSAയിൽ ജോലി ലഭിക്കുവാൻ, അത്ഭുതകരമായ വഴി ഈ കുടുംബത്തിന്റെ മേൽ അങ്ങ് തുറക്കേണ്ടതിനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇതിൽ ആദ്യത്തെ സ്പോൺസർ ഗീത അല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശബ്ദം ഞാൻ കേട്ടത് നിങ്ങളോട് പറയുകയാണ്. എന്താണെന്നറിയില്ല, ഈ ദിവസങ്ങളിൽ അതിഭയങ്കരമായ സാമ്പത്തിക വിടുതലുകൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വരാൻ പോകും. അങ്ങനെ എൻ്റെ ഉള്ളിൽ ശക്തമായി ദൈവാത്മാവ് സംസാരിക്കും. ഞാൻ എല്ലായ്പ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ, പക്ഷെ പെട്ടെന്ന് അങ്ങനെ എൻ്റെ ഉള്ളിൽ വരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വിടുതലുകളും അത്ഭുതങ്ങളും ഞാൻ കണ്ടത്, ഞാനെന്ന് വെച്ചാൽ പലരുടെ സാക്ഷ്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നതായി സാമ്പത്തിക വിടുതലായി കണ്ടത് ഈ കൊറോണ സീസണിലാണ്. എല്ലാ വഴികളും അടഞ്ഞ സമയത്ത് കർത്താവ് തന്നെ, ഞാൻ വിചാരിക്കുകയാണ്, സ്വർഗത്തിലിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടിയൊക്കെ ചെക്ക് എഴുതി ഒപ്പിടാൻ തുടങ്ങി. കർത്താവ് തന്നെ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. സാലറി കട്ടും, ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ് കൊളാപ്സ്, ഇതെല്ലാം ചെയ്തപ്പോഴും കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനത് വീണ്ടും പറഞ്ഞോട്ടെ, അന്ന് ക്ഷമ സിസ്റ്റർ പറഞ്ഞു, എനിക്ക് നാണാവെന്ന് പറഞ്ഞു പറ. വിശ്വസിക്കുന്നവർക്ക് കൊള്ള ലാഭം, വിശ്വസിക്കാത്തവർക്ക് കനത്ത നഷ്ടം. ഈ നമ്മുടെ ഈ മുദ്രാവാക്യമൊക്കെ ചിലര് ഇത് മൊബൈലിലൊക്കെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി, ഭയങ്കരമായി ഇതൊക്കെ ഉണ്ടാക്കി പലർക്കും അയച്ചു കൊടുത്തു. ഇവിടെ നിന്നും എനിക്ക് എല്ലാം ഇട്ടു. കാരണം അത് വിശ്വസിച്ച പലർക്കും സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് ചില സമയത്ത് തരുന്ന ചില പദപ്രയോഗങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്. അഭിഷേകത്തിനപ്പുറത്തൊരു ഭയങ്കര വിടുതലുണ്ട്. അത് അനുഭവിക്കാൻ പറ്റും. ഇത് പറഞ്ഞാൽ ഇന്നത്തെ പ്രസംഗം നടക്കില്ല, ഇന്നത്തെ വചനം പോവും. മക്കളെ പാടിയാലോ നമുക്ക്? എമിയെ പാട്.
വെരി ഗുഡ് സോങ്. നിങ്ങളെല്ലാവരും അത് പഠിക്കണേ, എഴുതിയെടുത്ത് പഠിച്ച് പാടുക. ബിൽഡിംഗ് ദ ഇന്നർ മാൻ, അകത്തെ മനുഷ്യനെ, ആന്തരിക മനുഷ്യനെ പണിതുയർത്തുന്നതിൽ ഒന്നാമത്തേത് ശ്വസനമാണ്. അതിനുവേണ്ടി നമ്മൾ ആഴ്ചകളെടുത്തു ശ്വസനം പഠിപ്പിക്കാൻ, ശ്വസിക്കാനുള്ള ഉത്തേജകം തരാൻ ആഴ്ചകളെടുത്തു. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ നല്ല ചില പുസ്തകങ്ങൾ കൂടെ രംഗത്ത് വരുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നുന്നു. എൻ്റെ പ്രാർത്ഥന ഡയറി ലക്ഷക്കണക്കിന് പേരുടെ കയ്യിലുണ്ട്. എന്നാൽ അടുത്തടുത്ത ചില പടികളിലേക്ക് നമ്മളിനി കയറാൻ പോവുകയാണ്. അതിനുള്ള പുസ്തകങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തേത് ഡ്രിങ്കിങ്, ശ്വസിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ വളർച്ചയ്ക്ക് ആവശ്യമായ അടുത്ത എന്താണ്? കുടിക്കുക, ഡ്രിങ്കിങ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ശരീരത്തിന് കുടിക്കണം, പാനം ചെയ്യണം. ഇതുപോലെ ആത്മാവിനും കുടിക്കണം, പാനം ചെയ്യണം. എൻ്റെ ബ്രദർ, ഇതൊക്കെ ഇങ്ങനെ സങ്കല്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. വചനത്തിൽ വല്ലത് പറഞ്ഞിട്ടുണ്ടോ? വചനമാണ് തരാൻ പോകുന്നത്. എൻ്റെ സങ്കല്പത്തിൽ നിന്ന് ഒന്നും തരുന്നില്ല. ദൈവവചനത്തിൽ ആധാരമില്ലാത്തത് ഒന്നും തരാൻ ആഗ്രഹിക്കുന്നില്ല. എവ്രിബഡി ഹാസ് എ സ്പിരിച്വൽ തേഴ്സ്റ്റ്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരാത്മദാഹമുണ്ട്. ചിലരതിനെ അവഗണിക്കും, ചിലരതിൻ്റെ പിന്നാലെ പോകും. Psalm 63 verse number 1. 63-ാം സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ, യു ഗോഡ് ആർ മൈ ഗോഡ്, earnestly I seek you, I thirst for you, my whole being longs for you in a dry and parched land where there is no water. Amen. ദൈവമേ, നീ എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് നമ്മൾ നോക്കിയാൽ, മരുഭൂമിയിൽ ഇതെഴുതിയ സങ്കീർത്തനം എഴുതിയ ആള് ദാവീദ് മരുഭൂമിയിലായിരിക്കും. മരുഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കാറ്. അങ്ങനെയാണ് മരുഭൂമിയിൽ മരീചികയുടെ പുറകെ ആളുകൾ ഓടുന്നതും വീണ് മരിക്കുന്നതും എല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. എവിടെയാണോ വെള്ളം ദുർലഭമായിരിക്കുന്നത് അവിടെ ദാഹം കൂടും. അപ്പം ഇവിടെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹം ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ശരീരത്തിൽ വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട്, എന്നാൽ അതിനപ്പുറത്ത് ദൈവമേ, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദാഹത്തേക്കാൾ വലിയൊരു ദാഹം എൻ്റെ ആത്മാവിൽ നിനക്ക് വേണ്ടിയുണ്ട്. ഇതെല്ലാവരിലും ഉണ്ട്, കാട്ടുമനുഷ്യരിൽ പോലും ഉണ്ട്. അറിയാമോ? ഒരാത്മദാഹം. പറയാമോ? ആത്മദാഹം. ലൈഫ് ചാറ്റിലേക്ക് ഒന്ന് അടിച്ചിട്ടേ എല്ലാവരും, എൻ്റെ ഉള്ളിലൊരു ആത്മദാഹമുണ്ട്. അടിച്ചിട്ട്, ഐ ഹാവ് എ സ്പിരിച്വൽ തേഴ്സ്റ്റ് ഇൻസൈഡ് ഓഫ് മീ. ആത്മദാഹം. മാത്യു 5:6, മത്തായി എഴുതിയ സുവിശേഷം 5:6, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ്, ഫോർ ദേ വിൽ ബി ഫിൽഡ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പം പല ദാഹം നമ്മുടെ ആത്മാവിനകത്തുള്ളതായി നമ്മൾ മനസ്സിലാക്കണം. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അങ്ങനെയുള്ള വേറെ പല രീതികളിലേക്ക് പോകുന്ന ആളുകൾ സൗകര്യപൂർവ്വം ഇതില്ല എന്നങ്ങ് സ്ഥാപിക്കുന്നു. ശരീരം മാത്രമേ ഉള്ളൂ മനുഷ്യന്. മാൻ ഈസ് മാറ്റർ, man is material, man is taken from the material world, nothing else. Beyond the material there is nothing എന്ന് ചിന്തിച്ച് അങ്ങനെ അങ്ങ് ആക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പക്ഷേ അകത്ത്, എല്ലാവരുടെയും അകത്ത് ഒരാത്മദാഹമുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ദാഹത്തെ ക്വെഞ്ച് ചെയ്യാൻ, ശമിപ്പിക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നോർമലി H2O, വെള്ളം.
അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള പാനീയങ്ങൾ, അതാണ് അതിനെ സബ്സൈഡ് ചെയ്യിക്കുന്നത്, ക്വെഞ്ച് ചെയ്യിക്കുന്നത്. എന്നാൽ ഈ ചില സമയത്ത് കുടിക്കുന്ന ചിലത് ദാഹം വർദ്ധിപ്പിക്കും. അതറിയാമോ? വെള്ളം കുടിക്കുന്നതോറും ദാഹം വർദ്ധിക്കുന്ന ഒരു വെള്ളമുണ്ട്. എന്താണെന്നറിയോ? സോൾട്ട് വാട്ടർ. ഉപ്പുവെള്ളം കുടിച്ചാൽ ദാഹം കൂടും. അതുകൊണ്ടാണ് കപ്പൽ യാത്രികർ കപ്പലിലെ ശുദ്ധവെള്ളം തീർന്നാൽ ഇങ്ങനെ പറയും, വെള്ളം വെള്ളം, സർവത്ര വെള്ളം, കുടിപ്പാൻ ഒരു തുള്ളി പോലുമില്ല. കേട്ടിട്ടുണ്ടോ? വാട്ടർ 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 എവറിവെയർ, നോട്ട് ഈവൻ വൺ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. സ്പിരിച്വലി സ്പീക്കിംഗ്, അതാണ് പലപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്ന പല യാത്രികർക്കും സംഭവിക്കുന്നത്. എല്ലായിടത്തും വെള്ളം പോലെയുള്ള പലതുമുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ പ്യുവറായി കുടിക്കാൻ പറ്റിയത് കാണുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. അവിടെ ഞാനൊരല്പം സ്പിരിച്വലൈസ് ചെയ്തങ്ങ് പറയുകയാണ്. സോൾട്ട് വാട്ടർ റെപ്രസെൻറ്റ്സ് ദ ഓഫേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ പല ഓഫറുകളാണ്, ഈ ലോകത്തിലെ മരീചികളിൽ നിന്നല്ല, ഈ ലോകത്തിൽ നിന്നുള്ള പല വാഗ്ദാനങ്ങളാണ്. എന്നാൽ യുവർ റിയൽ തേഴ്സ്റ്റ് ഓഫ് യുവർ സോൾ ഡിമാൻഡ്സ് റിയൽ വാട്ടർ. ആത്മാവിന് വേണ്ടത് ശരിയായ വെള്ളമാണ്, യഥാർത്ഥ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. റോമാലേഖനം 14:17 വായിച്ചു നോക്കുമ്പോൾ, റോമൻസ് 14:17, the kingdom of God is not food or drink, but righteousness, peace and joy in the Holy Spirit. Yes, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പോൾ അവിടെ നീതി കണ്ടായിരുന്നു. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരെന്ന് മത്തായിയിൽ നമ്മൾ കണ്ടു. ഇവിടെ ദൈവരാജ്യം എന്താണെന്ന് പറയുന്നത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും. പിന്നെ ഭക്ഷണം പാനീയം അല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മാവിന് ഒരു ഭക്ഷണം പാനീയം ആവശ്യമാണ്. അതാണ് അതിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതി എങ്ങനെ കിട്ടും? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലെ സന്തോഷം അല്ലേ? പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളാണ് അവിടെ വേണ്ടത്. ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ അകത്തെ മനുഷ്യൻ്റെ, ആന്തരിക മനുഷ്യൻ്റെ ഇന്നർ മാൻ ഹെൽത്തിയായി വളരണമെങ്കിൽ ഒന്ന് ശ്വസിക്കണം. ബ്രീത്തിങ് പ്രോസസ്. എന്താണത്? പ്രാർത്ഥന. ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ചരിത്ര പുരുഷന്മാരിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും, യേശു ഉൾപ്പെടെ, പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. 2, അവര് നന്നായി, അവരെല്ലാം കുടിയന്മാരായിരുന്നു. ഭയങ്കര കുടിയന്മാരായിരുന്നു. എന്താണ് അവർ കുടിച്ചത്? ആത്മാവിൻ്റെ പാനീയം. യോഹന്നാന്റെ സുവിശേഷം 4, ജോൺ 4:13-14-15. യോഹന്നാൻ 4:13 മുതൽ 15 വരെ. ജീസസ് ആൻസർഡ്, എവരിവൺ ഹു ഡ്രിങ്ക്സ് ദിസ് വാട്ടർ വിൽ ബി തേഴ്സ്റ്റി അഗൈൻ. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഈ വെള്ളം വാട്ടർ, H2O വാട്ടർ, യാക്കോബിന്റെ കിണറിലെ വെള്ളം. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജനും ആറ്റവും ചേർന്ന് കഴിയുമ്പോഴാണ് H2 ഉണ്ടായി. തന്മാത്രയാണ്. മറന്നുപോയിട്ട് ക്ഷമിക്കണേ, ശാസ്ത്ര വിദ്യാർത്ഥികളൊക്കെ എന്നോട് ക്ഷമിക്കുക. അങ്ങനെയാണ് എന്താവുന്നത്? വാട്ടർ. But whoever drinks the water I give them will never thirst. Indeed, the water I give them will become in them a spring of water welling up to eternal life. Amen. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഭയങ്കര സംഭവങ്ങളാണ് കർത്താവ് പറയുന്നത്. അതായത് ആദ്യം പറഞ്ഞ എന്താണ്? എവരിവൺ ഹു ഡ്രിങ്ക്സ് ദിസ് വാട്ടർ. ഈ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ശമര്യക്കാരി സ്ത്രീ വെള്ളം കോരുവാൻ വേണ്ടി അപ്പോൾ വന്നിരിക്കുന്നത് യാക്കോബിൻ്റെ കിണറിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഈ മോർണിംഗ് ഗ്ലോറിയുടെ പുറകിലെ എപ്പിസോഡുകളിലേക്ക് പോയി
യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പരമ്പര കണ്ടുപിടിച്ച് ചിലർക്ക് വളരെ വൈകിയാണ് ക്ലാസ്സിൽ കയറിയത്, ഈയിടെയാണ് കോഴ്സിൽ ചേർന്നത്. അങ്ങനെയുള്ളവർക്ക് സന്തോഷ വാർത്ത, യൂട്യൂബിൽ ഒന്നാമത്തെ മോർണിംഗ് ഗ്ലോറി 1-ാം എപ്പിസോഡ് മുതൽ എല്ലാം കിടപ്പുണ്ട്. അതിലേക്ക് ബാക്കിലേക്ക് ചെന്ന് മോർണിംഗ് ഗ്ലോറി 1, 2, 3 ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അവിടെയൊക്കെ ചെന്ന് ഇത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കുക. അപ്പോൾ അവിടെ പറയുകയാണ് എന്ന് പറയുന്ന ഭാഗത്തും അതുപോലെ 4-ാം അധ്യായത്തിനും പ്രത്യേകിച്ച് ഈ ഭാഗം പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഞാൻ പറയട്ടെ, എത്രയോ പ്രാവശ്യം ഞാൻ ഈ വെള്ളം ഗ്ലാസ്സിൽ, മിനറൽ വാട്ടർ കുപ്പിയിൽ, ജഗ്ഗിലൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ദാഹം തീരുന്നുണ്ട്, വീണ്ടും ദാഹിക്കും. പക്ഷേ കർത്താവ് പറയും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. മാത്രമല്ല, ആ വെള്ളം ആരാണോ കുടിക്കുന്ന അയാളുടെ ഉള്ളിൽ ചെന്നിട്ട് അതിൽ നിന്ന് ഒരു ഉറവുണ്ടാവും. പിന്നെയുള്ള ഉറവ് പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെ പൊങ്ങി വരുന്ന സ്പ്രിംഗ് ഓഫ് വാട്ടർ വെല്ലിംഗ് അപ്പ് ടു ഇറ്റേണൽ ലൈഫ്. അതവിടെ നിന്ന് പൊങ്ങി വന്നിട്ട് എവിടേക്ക് പോകും? നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉറവയായി തീരും. മൈൻഡ് ബ്ലോയിങ്. എത്ര പേർ മൃതസഞ്ജീവനിക്ക് വേണ്ടി ഇന്ന് ഓടി നടക്കുന്നു, എങ്ങനെയെങ്കിലും എന്നേക്കും ജീവിച്ചിരിക്കാൻ. എനിക്ക് ചാകണ്ട, എനിക്ക് ചാകാതെ ജീവിക്കാനുള്ളൊരു മരുന്ന് താ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. കർത്താവ് ആ മൃതസഞ്ജീവനി ഇവിടെ തരാമെന്ന് പറഞ്ഞേക്കോ. ഒത്തിരി പേർക്കും വേണ്ട. കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. കാരണം എന്താണ്? അങ്ങനെയുള്ളൊരു ജീവൻ്റെ ജലമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. The woman said to him, Sir, give me this water so that I won't get thirsty and have to keep coming here to draw water. ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷം. മലയാളം ഭാഷ. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ വീട് അവിടെ ആയിരിക്കും, ഒരു ബാലികയായിരുന്ന സമയം തുടങ്ങി ഞാനിവിടെ വെള്ളം കോരാൻ വരുന്നത്. വീട്ടിലേക്കൊരു വാട്ടർ കണക്ഷൻ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? ടാപ്പ് തുറന്നാൽ മതി. മാത്രമല്ല, ഒരിക്കലും എനിക്ക് ദാഹിക്കുകയില്ല. മാത്രമല്ല, ഈ വെള്ളം കോരി തന്നെ എൻ്റെ ആയുസ് ഞാൻ കളയും. സ്ത്രീകൾക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊക്കെ ചില സമയത്ത് പണ്ട് കാലത്തുണ്ട് ഒരു പബ്ലിക് ടാപ്പ്. ആ പബ്ലിക് ടാപ്പിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കുടങ്ങൾ, പല നിറത്തിലുള്ള കുടങ്ങൾ, അല്ലെങ്കിൽ അലൂമിനിയം കുടങ്ങൾ ഇങ്ങനെ. കാരണം വെള്ളത്തിന് വേണ്ടി ക്യൂ ആണ് ജനം, ആ നാട്ടുകാരെ, ഗ്രാമവാസികളെല്ലാം. അപ്പോൾ രാവിലെ ഒരുപക്ഷെ 4 മണിക്ക് കൊണ്ടുപോയി ക്യൂവിൽ കുടങ്ങൾ വയ്ക്കണം. ഇന്നും ഗ്രാമങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും ഇത് കാണും. അങ്ങനെ ഒരു കാര്യം. പക്ഷെ മറ്റ് ജില്ലകളിലുള്ളവർക്കറിയാം, നിങ്ങളുടെ നാട്ടിൽ ആ ഏരിയയിൽ ഒരു കിണറ്റിൽ മാത്രമേ വെള്ളം കാണത്തുള്ളൂ. ചിലപ്പം അവിടെ ആ വീട്ടുകാരുടെ ആ കിണറ്റിൻ്റെ കരിയിലേക്ക് എല്ലാവരും എത്ര ദിവസങ്ങളായിട്ട് ആണ് അവിടെ നിന്ന് വെള്ളം എടുക്കുന്നത്. ഇവിടെ സംഭവിച്ചത്, ദ സമാരിറ്റൻ വുമൺ മിസ്അണ്ടർസ്റ്റുഡ് ജീസസ്. യേശു പറഞ്ഞത് തെറ്റിദ്ധരിച്ചു. എന്താ യേശു പറഞ്ഞത്? എന്താ അവൾ മനസ്സിലാക്കിയത്? ഇവൾ ചിന്തിക്കുന്നത് മുഴുവൻ നാച്ചുറൽ വാട്ടറാണ്. യേശു പറയുന്നത് സ്പിരിച്വൽ വാട്ടറിനെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയുള്ള സാധാരണ ഭൂമിയിലെ ജലത്തെക്കുറിച്ച് സ്ത്രീ ചിന്തിച്ചിട്ട് പറയുകയാണ്, അയ്യോ എനിക്ക് സാറേ അതാ യജമാനൻ, എനിക്ക് ആ വെള്ളം മതി. കാരണം ഇനി എനിക്ക് ഇവിടെ വെള്ളം കോരുന്ന പരിപാടി ഇതോടെ അവസാനിക്കുക, ദാഹിക്കുകയില്ല, പിന്നെ എപ്പോഴും അകത്ത് കൊണ്ടാവുന്നല്ല പറഞ്ഞു. അത് ഇതാണ് ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുക. യേശു ഒന്ന് പറയും, നിക്കോദെമൂസിൻ്റെ കാലത്തും നിക്കോദെമൂസിനോട് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ യേശു പറഞ്ഞ് വീണ്ടും ചിന്തിക്കണം. അപ്പോൾ തന്നെ പുള്ളി ചിന്തിക്കുന്ന മുഴുവനും എന്താണ്? പിന്നെ ഇത്തരം പ്രായമായ ഞാൻ ഇനി ചെറുതായ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഭർത്താവ്. മനസ്സിലായി? നാച്ചുറൽ തിങ്കിങ്. യേശു പറയുന്ന മുഴുവൻ സ്പിരിച്വലാണ്. ഈ ഒരു വ്യത്യാസം നമ്മൾ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഇനി യോഹന്നാൻ ഒരു ഭാഗം കൂടി വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. യോഹന്നാൻ 7. John 7:37-39. യേശു പറയാണ്, on the last and greatest day of the festival, Jesus stood and said in a loud voice, let anyone who is thirsty come to me and drink. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്
ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ പറയുന്നത് whoever believes in me, as scripture has said, rivers of living water will flow from within them. By this 39, by this he meant the Spirit, whom those who believed in him were later to receive. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മുടെ റിസർച്ച് എവിടെ എത്തി? ഈ വെള്ളം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായി 4-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കും, ഞാൻ വേറൊരു വെള്ളം തരാം, നിനക്ക് ദാഹിക്കുകയില്ല, നിൻ്റെ ഉള്ളിൽ തന്നെ അതൊരു ഫൗണ്ടനായിട്ട് മാറും, സ്പ്രിംഗ് ഫൗണ്ടനായിട്ട് മാറും. ഓക്കെ, ഷി വാസ് എക്സൈറ്റഡ്. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടി കർത്താവ് വ്യക്തമാക്കി അവിടെ വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, തിരുവെഴുത്ത് പറയുന്നത് പോലെ അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നദികൾ എല്ലാവരും പറഞ്ഞു നദികൾ, റിവേഴ്സ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ജീവജലത്തിൻ്റെ നദികൾ എല്ലാവരും ഒന്ന് എഴുതുക. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഹല്ലേലൂയ. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇന്നത്തേത്. ചില ആളുകൾക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില പ്രത്യേക കാരണങ്ങളാൽ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ പലർക്കും ഉണ്ടായ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. സ്വർഗത്തിലെത്തിയ ഉടൻ തന്നെ ഒരാൾ വന്ന് ഒരു പാത്രത്തിൽ കുടിക്കാൻ വെള്ളം കൊടുത്തു. വേറെ ആൾക്ക് കിട്ടിയ ഒരു വലിയൊരു തവിയിൽ വെള്ളം കുടിക്കാൻ കൊടുത്തു. ആ വെള്ളം കുടിക്കുകയല്ല, ഒരു പ്രത്യേക ഉണർവും ഓജസ്സും ലൈഫും ഒക്കെ അങ്ങ് ആ വ്യക്തിത്വം മുഴുവൻ അങ്ങ് വന്ന് നിറഞ്ഞു. ഒരല്പം കുടിച്ചതാ. സ്പിരിച്വൽ ഡ്രിങ്ക് പറഞ്ഞേ, സ്പിരിച്വൽ ഡ്രിങ്ക്, ആത്മീയ പാനീയം. ആത്മമനുഷ്യൻ, ആന്തരിക മനുഷ്യൻ വളരണമെങ്കിൽ, പുഷ്ടി പ്രാപിക്കണമെങ്കിൽ, പണിയപ്പെടണമെങ്കിൽ 1 ശ്വസനം, 2 പാനീയം. പാനീയം എന്താണ്? ആത്മാവ്. എന്താത്മാവ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുന്നതിനെയാണ് കുടിക്കുക എന്ന് കർത്താവ് പറഞ്ഞത്. വ്യക്തമായോ എല്ലാവർക്കും? വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. സ്പിരിച്വൽ ഡ്രിങ്ക് ഈസ് ഈക്വൽ ടു being filled with the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുക എന്നാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നാളെ നമ്മൾ ചിന്തിക്കും. നാളത്തെ പ്രോഗ്രാം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം എനിക്കിന്ന് ഓർമ്മയുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പറയുന്ന സമയത്താണെന്ന് എൻ്റെ ഓർമ്മ. ഒത്തിരി പേര് ഒരേ സമയം വീടുകളിലിരുന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കഴിഞ്ഞ റിവൈവൽ മീറ്റിങ്ങുകൾ നടക്കുമ്പോഴും, 21 ഡേ ഫാസ്റ്റിംഗ് നടക്കുമ്പോഴും വീടുകളിൽ നിന്ന് ഒത്തിരി പേര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായി സ്പിരിച്വൽ ഡ്രിങ്ക് കുടിക്കാൻ കർത്താവ് സഹായിക്കാൻ പോവുകയാണ്. ഒരിക്കലും ദാഹിക്കാതെ വണ്ണം. ഈ വെള്ളം കുടിക്കുന്നവൻ ഇനിയും ദാഹിക്കും. ഉപ്പുവെള്ളം കുടിക്കുന്ന പോലെ ഇരിക്കും, വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പലരും ചെയ്യുന്നത് ഈ ആത്മാവിൻ്റെ ദാഹം, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ പ്ലഷേഴ്സിൻ്റെ പുറകെ പോകും. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്തു പറ്റും? എത്ര ആസ്വദിച്ചാലും തൃപ്തി വരികയുമില്ല, വീണ്ടും വീണ്ടും ദാഹിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ എന്നേക്കുമായി ഈ ദാഹത്തെ ശമിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വരികയാണ്. ചില ചെറുപ്പക്കാർക്കെങ്കിലും ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ ഭക്തിയുടെ പരിപാടിയും ഈ പ്രാർത്ഥനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലുള്ള ഒന്നും പിന്നെ ആസ്വദിക്കാൻ പറ്റാതെ വരും, അതുകൊണ്ട് എനിക്കത് വേണ്ട. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് വേണ്ട.
പിന്നെ എന്ത് ജീവിതമാണ് ഇവിടെയുള്ള ഒന്നും ആസ്വദിക്കാതെ ഈ ഭക്തി പ്രാർത്ഥന. കുറച്ച് പ്രായമൊക്കെ ആവട്ടെ, അപ്പോഴേക്കും ഭക്തിയുടെ പുറകെ പോവാം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. പഠിച്ചു പൊളിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ 102% ഉറപ്പോടെ പറയുന്നു, ഈ ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാവിധ ആസ്വാദ്യങ്ങളും ആസ്വദിച്ചാലും കിട്ടുന്നതിനേക്കാൾ വലിയ ആസ്വാദ്യവും ലഹരിയും തരുന്നതാണ് സ്വർഗത്തിൽ നിറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ജീവിതം. വൺസ് അത് ലഹരി പിടിച്ചാൽ പിന്നെ മറ്റുള്ളതൊന്നും ഒന്നുമല്ല എന്ന് തോന്നും. ഇനി അതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ള ഒന്നും പിന്നെ ആസ്വദിക്കരുതൊന്നുമല്ല, ഇതൊന്നുമല്ല. ശരിക്കും ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച പലതും ആസ്വദിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന ശേഷമാണ് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. മറ്റുള്ളതൊക്കെ എന്തോ ബോധമില്ലാതെ അർത്ഥമില്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന അതൊന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓൾ റൈറ്റ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇനി എന്തെങ്കിലും സാക്ഷ്യം കേൾപ്പിക്കുന്നു? കാരണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും വിശ്വാസം ഒന്ന് ഉയരട്ടെ. ഒരു ഹീലിംഗ് ടെസ്റ്റിമണിയാണിത്. ഈ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ തന്നെ അങ്ങ് പലർക്കും എനിക്ക് തോന്നുന്നു ഒരു പ്രായമുള്ളൊരു അമ്മച്ചിക്ക് വേണ്ടി അവരുടെ മോളോ മരുമോളോ ആരോ അയച്ചേക്കുന്നൊരു ടെസ്റ്റിമണിയാണിത്. അമ്മച്ചിയുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്തൊരു വലിയ അത്ഭുതകരം. ഇംഗ്ലീഷിലാണ്, പക്ഷേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. Praise the Lord, Pastor. We had sent a request on 23rd October on Zoom during the healing crusade for the healing of Annie Joseph Kainalthu Parumbil. She is my mother. She was suffering from cholesterol, diabetes, blood pressure and thyroid. And she also had a problem in her tongue, which the doctor said that it might be cancerous. So he advised us to do a biopsy for it. But she was healed that very day. And she had the BP medicine, and her BP fell very low because she was healed that very day. So she didn't know about it, and then she had to be rushed to the hospital to get admitted, and there we found out that she didn't have BP. So that's why her BP fell low, and her cholesterol and diabetes also was completely healed, and that we got to know in her blood test reports. All praise, honor and glory to the Lord Almighty for healing her. Thank you, Jesus. Amen. That is really wonderful. Yes. ഇത് പറഞ്ഞിരിക്കുന്നത് ആനി ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മകളാണ് ഈ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 23 അങ്ങനെയാണ് കേട്ടത് എനിക്ക് തോന്നുന്നു. സൂം മീറ്റിങ്ങിൽ എല്ലാ ഫ്രൈഡേയ്സും നടക്കുന്ന ഹീലിംഗ് പ്രെയർ മീറ്റിങ്ങിൽ അവർ ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു അവരുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അത് മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടെ പറയുന്നുണ്ട്. അത് അവർക്ക് ക്യാൻസർ ആയിരിക്കും എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സ് സംശയിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഹീലിംഗ് ക്രൂസിൻ്റെ സമയത്ത് ശക്തമായിട്ടൊരു പ്രാർത്ഥന നടന്നപ്പോൾ തൻ്റെ മേലൊരു അഭിഷേകം ഇറങ്ങി വന്നു, സൗഖ്യമായി എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അതുവരേക്കും ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിനും അതുപോലെ BP-ക്കും ഒക്കെ തന്നെ ഇവർ മരുന്നെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഈ BP ഒക്കെ വളരെ ലോ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനി അവർ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്ലഡ് പ്രഷർ ആകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, അതുപോലെ തന്നെ ഡയബറ്റിക്കും എല്ലാം നോർമലായിരിക്കുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സ് ആ മരുന്നുകളെല്ലാം നിർത്താൻ വേണ്ടി പറഞ്ഞു. അതുപോലെ ഒരു സൗഖ്യം പ്രായമായ ഒരാളായിരിക്കും കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് അത് കുറേ ഉണ്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മാറിപ്പോയി. ഹല്ലേലൂയ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക. വിശ്വസിക്കുന്നവരൊക്കെ അങ്ങ് മേടിച്ചെടുത്തോ കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. കൊളസ്ട്രോളോ BP-യോ ഡയബറ്റീസോ അനുബന്ധ രോഗങ്ങളോ എല്ലാറ്റിനും സൗഖ്യം തരാൻ കർത്താവിന് കഴിയും. കർത്താവ് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ശരീരങ്ങളിൽ നടക്കട്ടെ, മനസ്സുകളിൽ നടക്കട്ടെ. എൻ്റെ ഉള്ളിലേക്കൊരു കാര്യം വരുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് വല്ലാതെ പ്രയാസപ്പെടുന്ന ചില അമ്മമാർ എന്ന് വെച്ചാൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ വേണ്ടത്ര വളർച്ച എത്തിയിട്ടും സംസാരിക്കുന്നില്ല, നേരെ നന്നായിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് ഇത്തിരി പുറകിലാണ്, മറ്റു കുഞ്ഞുങ്ങളുടെ അത്രയും വളർച്ചയിലോ മറ്റു കാര്യങ്ങളിലോ എത്തിച്ചേരുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന ചില മാതാപിതാക്കളെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. എന്തെങ്കിലും കുറവുകളോടുകൂടി ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ
വളർച്ചയിൽ അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതിനായി നന്ദി. ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി. കരങ്ങൾ ദയവായി ഈ സ്ക്രീനിലേക്ക് നീട്ടി നിങ്ങൾക്കുള്ള സൗഖ്യത്തെ സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ കർത്താവെ, കരളിൻ്റെ രോഗങ്ങൾ, ലിവർ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. ലങ്സിൻ്റെ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിരവധിയായ രോഗങ്ങൾക്ക് കർത്താവെ അങ്ങ് പരിഹാരം നൽകുന്നതിനായി നന്ദി. സാമ്പത്തിക വിടുതലുകൾ നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദിവസവും ഇത് കാണുന്നവരുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കും. മാത്രമല്ല ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. ദിവസവും നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം കുറിച്ചെടുത്ത് നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു ബൈബിൾ സ്റ്റഡി ആരംഭിക്കുക. അടുത്തുള്ളവരെ വിളിച്ച്, ഇതൊന്നും ഒരു പരിചയമില്ലാത്ത ആളുകളെ വിളിച്ച് നിങ്ങൾ തന്നെ ഒരു ക്ലാസ് എടുക്കുക. ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിലൂടെ എല്ലാം കർത്താവ് ഒത്തിരി പേരെ നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമുക്ക് റിവൈവൽ പ്രയറുണ്ട്. മുടക്കരുത്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. അവലോടെ ഞാൻ തുള്ളിപ്പോരപ്പാ, ദാഹം മേലെയുണ്ട് ജീവനീരിനാ, അവലോടെ ഞാൻ ശുദ്ധി ചെയ്യണേ, വാസം ചെയ്തിടുവാൻ പാവനാത്മാവേ, ഉന്നതനാം പ്രാവേ, ശുദ്ധി ചെയ്യണേ, വാസം ചെയ്തിടുവാൻ പാവനാത്മാവേ, ഉന്നതനാം പ്രാവേ, പെരുന്നതിയാ ഒഴുകണമേ, തിന്മഴയാ പെയ്യണമേ, പെരുന്നതിയാ ഒഴുകണമേ,